ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലിവിങ് ദ വൈബ്. അപ്പോൾ ഗായ്സ്, നെക്സ്റ്റ് വീഡിയോ ആണ് മന്തിയുടെ. അപ്പോൾ അതായത് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പൈസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗായ്സ്. ഇത്രയും സ്പൈസാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് പച്ചമുളകാണ് നെക്സ്റ്റായിട്ട് നമുക്ക് എടുക്കേണ്ട പച്ചമുളകാണ് ഗായ്സ്. പച്ചമുളക് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് എടുക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഉണക്ക നാരങ്ങയാണ് ഗായ്സ്. ഇത് 3 ഉണക്ക നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റായിട്ട് നമുക്ക് ഈ സ്പൈസസൊക്കെ വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് ആഡ് ചെയ്യാം. ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യാം. അപ്പം ഇതേ സ്പൈസൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ മുമ്പേ സെറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ചിക്കൻ ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഒരു 10 to 20 മിനിറ്റ്സ് നമുക്കിത് കുക്ക് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നെക്സ്റ്റായിട്ട് നമുക്കിനി കഴുകി വെച്ച റൈസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. റൈസ് ആഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് നമുക്ക് കുറച്ച് പിഞ്ച് ഓഫ് സാൾട്ടാണ്. അപ്പോൾ കുറച്ച് സാൾട്ട് ആഡ് ചെയ്താൽ മതി. നെക്സ്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് മാഗി ക്യൂബാണ് ഗൈസ്. അങ്ങനെ മാഗി ക്യൂബ് ഇതിൽ ഒരെണ്ണം ആഡ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് നാരങ്ങ ആഡ് ചെയ്യാം. നമ്മളെടുത്ത് വെച്ചിരുന്ന നാരങ്ങ ഫുള്ളായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നാരങ്ങയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അതൊന്ന് ജസ്റ്റ് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തുള്ള നെക്സ്റ്റായിട്ട് ഗ്രേവി എടുത്ത് മാറ്റാം. ഗ്രേവി എടുത്തതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് റൈസ് ഊറ്റാം. ഈ ഊറ്റിയ റൈസ് നമുക്ക് ജസ്റ്റ് ഇനി ചിക്കൻ്റെ മുകളിലേക്ക് ഫുള്ളി ഇടാം. അതിനുശേഷം ഇത് കംപ്ലീറ്റ്ലി നമ്മൾ ഫുള്ളി ലെവൽ ചെയ്ത് വെക്കണം. ഇതിന് ശേഷം നമ്മൾ മുമ്പേ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് കുത്തി വെച്ച് കൊടുക്കാം. പച്ചമുളക് ഓപ്ഷനിലാണ്, എത്ര വേണോ അത്ര ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ മുമ്പേ മാറ്റി വെച്ച ആ ഗ്രേവി ഇതിലേക്ക് ആഡ് ചെയ്യും. അത് ഓപ്ഷണലാണ്. ഇതിന് ശേഷം നമുക്ക് നെക്സ്റ്റായിട്ട് ആഡ് ചെയ്യേണ്ടത് ഇതിനകത്ത് കനലെടുത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ കനൽ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കനൽ വെക്കാനായിട്ട് നമ്മൾ സ്പേസ് സെറ്റ് ചെയ്തിട്ട് കനൽ ആഡ് ചെയ്യുക. എന്നിട്ട് ആ കനലിലേക്ക് ഓയിൽ ആഡ് ചെയ്യുക. എന്നിട്ടൊരു 10 to 15 മിനിറ്റ്സ് വെക്കുക. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലേ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.